ഉച്ച 2 മണിയോടുകൂടി നമ്മൾ അജ്മീർ ദർഗയിലെത്തി. ഈ കാണുന്നത് ദർഗ ബസാറിലെ റോഡിൽ കൂടി ദർഗയിലേക്ക് പോകുന്നവരുടെയും തിരിച്ചു വരുന്നവരുടെയും തിരക്കാണ്. ആ കാണുന്നതാണ് ദർഗയിലേക്കുള്ള മെയിൻ ഗേറ്റ്. നമ്മുടെ ചെരുപ്പുകളൊക്കെ പുറത്ത് സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ചെരുപ്പുകൾ സൂക്ഷിക്കാൻ കൊടുക്കുമ്പോൾ ടോക്കൺ കിട്ടും. തിരിച്ചു വരുമ്പോൾ ടോക്കണും കുറച്ച് പൈസയും കൊടുത്താൽ ചെരുപ്പുകൾ തിരിച്ചെടുക്കാം. സുൽത്താൻ മഹമ്മൂദ് ഖിൽജി സ്ഥാപിച്ച ദർഗയുടെ മെയിൻ ഗേറ്റ് വഴി നമ്മൾ അകത്തേക്ക് കടന്നു. ഈ ദർഗയുടെ ചരിത്രം പറയുകയാണെങ്കിൽ സഞ്ചറിൽ, അതായത് ഇന്നത്തെ ഇറാനിൽ ജനിച്ച 13-ാം നൂറ്റാണ്ടിലെ സൂഫി മിസ്റ്റിക് വിശുദ്ധനും തത്വചിന്തകനുമായിരുന്നു മൊയ്നുദ്ദീൻ ചിശ്തി. ദക്ഷിണേഷ്യയിലുടനീളം സഞ്ചരിച്ച അദ്ദേഹം ഒടുവിൽ അജ്മീറിൽ താമസാക്കി. 1236 ഇവിടെ വെച്ച് അദ്ദേഹം അന്തരിച്ചു. 1332 ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരു ദർഗ നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് എല്ലാ മതങ്ങളിൽ നിന്നുള്ളവരും പ്രാർത്ഥിക്കാനും അനുഗ്രഹം ചോദിക്കാനും ഇവിടെ എത്തുന്നു. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ അകലെ താരാഗർ എന്ന കുന്നിൻ്റെ ചുവട്ടിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മാർബിളിൽ തീർത്ത നല്ല ഭംഗിയുള്ള തൂണുകളൊക്കെയുള്ള ദർഗയുടെ മുൻവശം. നിരവധി പേർ അനുഗ്രഹം തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. ദർഗയുടെ മുൻവശത്തെ കവാലിയാണിത്. ഇവിടെ ഒരു സംഗീത സദസ്സ് നടക്കുന്നുണ്ട്. പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു തീർത്ഥക്കുളം കാണാൻ സാധിക്കും. ഏകദേശം 1.5 മണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം നമ്മൾ തിരിച്ചിറങ്ങി.